മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 95-ാമത്തെ ദശകത്തിൽ 3-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: സന്ധി ശ്രേയാംസി ഭൂയാംസ്യപി രുചിഭിദയാ കർമ്മിണം നിർമ്മിതാനി ക്ഷുദ്രാനന്ദാശ്ച സാന്താ ബഹുവിധഗതയ കൃഷ്ണതേഭ്യോ ഭവേയുഃ. തും ചാചഖ്യാഥ സഖ്യേ മഹ്യതമം ശ്രേയസം ഭക്തിമേകം ഭക്ത്യാനന്ദതുല്യ ഖലു വിഷയജുഷം സമ്മത കേന വാ സ്യാത്. ഈ കർമ്മമാർഗത്തിനേക്കാൾ ഭേദം വളരെ കേമായിട്ടുള്ളത് ഭക്തിമാർഗം തന്നെയാണ് എന്ന് ഒന്നും കൂടി പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. കർമ്മമാർഗങ്ങൾ പലതും ഉണ്ട്. പക്ഷേ അതുകൊണ്ട് സിദ്ധിക്കുന്നതായിട്ടുള്ള ആ ഫലമൊക്കെ നിത്യം ആയിക്കൊള്ളണമെന്നില്ല. എപ്പോഴും നശിക്കാത്തതായിട്ടുള്ള ഫലം കിട്ടാൻ വിഷമാണ് കർമ്മമാർഗം കൊണ്ട്. അതിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള വിഷമുള്ളതുമാണ് എന്ന് മാത്രമല്ല, അത് സ്ഥിരമായിക്കൊള്ളണമെന്നില്ല കർമ്മം കൊണ്ട് സിദ്ധിക്കുന്നതായിട്ടുള്ള ഫലങ്ങൾ എന്നാണ്. അപ്പോൾ ഭക്തിമാർഗം തന്നെയാണ് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത്. അതുകൊണ്ടുള്ളതായ ആനന്ദത്തിന് തുല്യമായിട്ടുള്ള ആനന്ദം വേറെ ഒന്നുകൊണ്ടും ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. ഇനി സന്ധി ശ്രേയാംസി ഭൂയാംസ്യപി രുചിഭിദയാ കർമ്മിണം നിർമ്മിതാനി. രുചിഭിദയാ, രുചിഭേദം കൊണ്ട്. വിധ എന്ന് വെച്ചാൽ ഭേദം, വ്യത്യാസം. രുചിഭിദയാ, രുചിഭേദം കൊണ്ട് ഓരോരുത്തരുടെയും താല്പര്യത്തിന് ഭേദം ഉണ്ടാവും. എല്ലാവർക്കും ഒരേ രുചിയാവില്ല എല്ലാവർക്കും ഉള്ളത്. ഓരോരുത്തർക്കും ഉള്ളതായിട്ടുള്ള താല്പര്യത്തിന് ഭേദം ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ രുചിഭേദം കൊണ്ട് ഓരോരുത്തരുടെയും താല്പര്യത്തിനുള്ളതായ വ്യത്യാസം കൊണ്ട് കർമ്മിണം നിർമ്മിതാനി, കർമ്മികൾ, കർമ്മം ചെയ്യുന്നവര്, കർമ്മങ്ങൾ ചെയ്യുന്നവര് പലരും ഉണ്ട്. അവരൊക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ളതായ കർമ്മങ്ങളാണ് ചെയ്യുക. അങ്ങനെ കർമ്മികളാൽ നിർമ്മിതമായിട്ടുള്ള കർമ്മികൾ, കർമ്മം ചെയ്യുന്നവര്, കർമ്മം ചെയ്യുന്നവർ ചെയ്യുന്നതായിട്ടുള്ള മാർഗങ്ങൾ രുചിഭിതയ, അവരവരുടെ രുചിക്ക് അനുസരിച്ച ഭേദം കൊണ്ട് ശ്രേയസ്കരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാവും പലരും ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അതൊക്കെ ഭിന്നങ്ങളാണ്. എല്ലാവരും ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളൊന്നും ഒരേ തരത്തിലുള്ളതല്ല, ഭിന്നങ്ങളാണ് ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ. കർമ്മിണാം നിർമ്മിതാനി, കർമ്മികളാൽ നിർമ്മിതങ്ങളായിട്ടുള്ള, കർമ്മികൾ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള എല്ലാവരും ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആരും ശ്രേയസ് വേണ്ട എന്ന് വിചാരിച്ച്, എനിക്ക് ശ്രേയസ് വേണ്ട എന്ന് വിചാരിച്ചൊരു കർമ്മങ്ങളും ചെയ്യണില്ലല്ലോ. എല്ലാവരും അവരവർക്ക് കേമത്തം നന്മ വരണം എന്ന് വിചാരിച്ചിട്ടാണ് പ്രവൃത്തികൾ ചെയ്യണതൊക്കെ. അങ്ങനെ പക്ഷേ ആ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ രുചി അനുസരിച്ച് വ്യത്യാസം വന്നു എന്ന് വരാം എന്നാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്. സന്ധി ശ്രേയാംസി ഭൂയാംസി അഭി, ഭൂയാംസി അഭി, ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്ങനെ? കർമ്മിണാം നിർമ്മിതാനി, കർമ്മികളാൽ, കർമ്മങ്ങൾ ചെയ്യുന്നവരാൽ നിർമ്മിക്കപ്പെടുന്നതായിട്ടുള്ള, അതായത് അവരാൽ ചെയ്യപ്പെടുന്നതായിട്ടുള്ള ശ്രേയസ്കരമായിട്ടുള്ള കർമ്മങ്ങൾ പലതും ഉണ്ട് എന്നാണ്. ക്ഷുദ്രാനന്ദാശ്ച സാന്താഹ ബഹുവിധഗതയ. അവര് അതുകൊണ്ട് കിട്ടണതായിട്ടുള്ള ആനന്ദം വളരെ നിസ്സാരങ്ങളാണ്. അതായത് ഈ ഭഗവത് ഭക്തി കൊണ്ട് കിട്ടുന്നതായിട്ടുള്ള ആ ബ്രഹ്മൈക്യം, ആ ജ്ഞാനം ഉണ്ടല്ലോ, ഭഗവാനായിട്ട് ഏകീഭാവം ലഭിച്ചാൽ കിട്ടുന്നതായിട്ടുള്ള ആ മുക്തി എന്നുള്ളതായിട്ടുള്ള ആ ആനന്ദസ്വരൂപമായിട്ട് അങ്ങോട്ട് മാറുക ചെയ്യണത് ഭഗവാന്റെ ഭക്തി കൊണ്ട്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ആനന്ദം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആനന്ദം തന്നെയാണ്. ബാക്കി ഈ കർമ്മങ്ങളെ കൊണ്ട് കിട്ടണതായിട്ടുള്ള ആനന്ദങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം, ഓരോരോ സന്തോഷം നമുക്കുണ്ടാവും. പക്ഷെ അതൊക്കെ നിസ്സാരങ്ങളാണ്. തൽക്കാലത്തേക്ക് ആനന്ദം ഉണ്ടാവും. അത് കഴിഞ്ഞാലോ, അതിൻ്റെ ഫലം കഴിഞ്ഞാൽ പിന്നെയും ദുഃഖമായി എന്നുള്ളതാണ്. ക്ഷുദ്രാനന്ദ, ക്ഷുദ്രങ്ങളായ ആനന്ദത്തോടു കൂടിയവരാണ്, ആനന്ദത്തെ നൽകുന്നവയാണ് അങ്ങനെയുള്ളതായിട്ടുള്ള കർമ്മങ്ങൾ. കർമ്മികൾ
ചെയ്യുന്നതായിട്ടുള്ള രുചിഭേദം കൊണ്ട് ഓരോരുത്തരും വ്യത്യസ്തമായി ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ട് കിട്ടുന്നതായിട്ടുള്ള ഫലം ക്ഷുദ്രാനന്ദാഹ നിസ്സാരമായിട്ടുള്ള ആനന്ദത്തെ മാത്രമേ നൽകുന്നുള്ളൂ എന്ന് മാത്രമല്ല സാന്താഹ അവസാനമുണ്ട്. ആ ആനന്ദത്തിനൊക്കെ അവസാനമുണ്ട്. അതൊക്കെ നിലനിൽക്കുന്നതല്ല, നിത്യമല്ല. ഇപ്പോൾ സ്വർഗകാമീയ ജേത എന്ന് പറയുന്നുണ്ട്. സ്വർഗം ആഗ്രഹിക്കുന്നവൻ യാഗം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ യാഗം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും. ആ സ്വർഗം കിട്ടിക്കഴിഞ്ഞാലോ ഇന്നെ യാഗം ചെയ്തതുകൊണ്ട് ഇത്ര കാലം അവിടെ സ്വർഗത്തിൽ വസിക്കാം എന്നുണ്ട്. അത് അനുഭവിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ചെയ്തതായിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഭൂമിയിൽ ജനിക്കേണ്ടതായിട്ട് വരും എന്നാണ്. അപ്പോൾ വീണ്ടും ദുഃഖമായി. ആ ആനന്ദം ക്ഷുദ്രം ആണ് എന്ന് മാത്രമല്ല, അത് അവസാനമുണ്ട്. ആ ആനന്ദത്തിന് അവസാനമുണ്ട്. അതുമാതിരി തന്നെയാണ് എല്ലാ പ്രവൃത്തികളും. നാം ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ആ സന്തോഷം സ്ഥിരമായിട്ടുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ആ ആനന്ദം അത്യധികം ക്ഷുദ്രവുമാണ്, വളരെ നിസ്സാരവുമാണ്. മറ്റേ ബ്രഹ്മാനന്ദത്തെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മം കൊണ്ട് കിട്ടുന്നതായിട്ടുള്ള ആനന്ദമൊക്കെ നിസ്സാരമാണ്, അതിന് അവസാനവുമുണ്ട്. ക്ഷുദ്രാനന്ദാഹ ച സാന്താഹ. കുറേ പൈസ കിട്ടി എന്ന് വെച്ചാലോ അതങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, ആ സന്തോഷം തീർന്നു. വളരെ കുറച്ചു കാലം വളരെ ഡീക്കായിട്ട് എന്തെങ്കിലുമൊക്കെ അനുഭവിച്ചും കൊണ്ട് നമുക്ക് സഞ്ചരിക്കാം, നടക്കാം. പക്ഷെ അതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും ദുഃഖമായി. അപ്പോൾ എന്ത് കർമ്മങ്ങളായാലും അത് കർമ്മങ്ങൾ ചെയ്യുന്നത് രുചിഭേദം കൊണ്ട് ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ച് രുചി വ്യത്യാസം ഉണ്ട്. അപ്പം അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളും വ്യത്യസ്തമായിരിക്കും. പക്ഷേ ആ കർമ്മങ്ങളുടെയൊക്കെ ഫലം അത്രത്തോളം ആനന്ദത്തെ ഉണ്ടാക്കുന്നില്ല, അല്പമാത്രം ആനന്ദത്തെ ഉണ്ടാക്കുന്നു. അവ അവസാനിക്കുന്നവയുമാണ്. സാന്താഹ അവസാനമുള്ളവയുമാണ്. അതൊക്കെ കഴിഞ്ഞാൽ വീണ്ടും ദുഃഖമായി എന്നുള്ളതാണ്. ബഹുവിധ ഗതയ, അതിന് പല മാർഗങ്ങളുമുണ്ട്. ബഹുവിധമായിട്ടുള്ള ഗതികളോട് കൂടിയത്. അതായത് ചില കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ആനന്ദം, വേറെ ചില കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആനന്ദം ഉണ്ടാവും. വേറെ ചില കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സുഖമിശ്രമായിട്ടുള്ള ദുഃഖമിശ്രമായിട്ടുള്ള ആനന്ദം ഉണ്ടാവുക. രണ്ടും കൂടി ഉണ്ടാവും. ഒരു കാര്യത്തിൽ സുഖം വരും, അപ്പോഴത്തേക്കും ദുഃഖവും വരും. രണ്ടും കൂടിയിട്ടുള്ളതായിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ളതായിട്ടുള്ള ഗതികളോട് കൂടിയതാണ് ഈ കർമ്മികൾ ചെയ്യുന്നതായിട്ടുള്ള ശ്രേയസ്കരങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ എന്നാണ്. ക്ഷുദ്രാനന്ദാഹ ച സാന്താഹ ബഹുവിധഗതയ, പലവിധത്തിലുള്ളതായ മാർഗങ്ങളോട് വിധികളോട് കൂടിയവരാണ്. ആ വിധികൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ ഇന്നത് ചെയ്യണം എന്നൊക്കെ ഉണ്ടല്ലോ, അത് പലതരത്തിലുള്ള വിധികളാണുള്ളത്. അതനുസരിച്ചൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അത് വളരെ ചെറുതായിട്ടുള്ള ആനന്ദത്തെ മാത്രമേ നൽകുകയുള്ളൂ. അത് അവസാനിക്കുന്നവയുമാണ്, സ്ഥിരമായിട്ടുണ്ടാവണതുമല്ല എന്നാണ്. കൃഷ്ണ തേഭ്യോ ഭവേയു, ആ കർമ്മങ്ങളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ആനന്ദം ബഹുവിധഗതയ, പലതരത്തിലുള്ളതായിരിക്കും എന്ന് പറയുകയാണ്. സാന്തങ്ങളാണ്, ക്ഷുദ്രങ്ങളാണ്, ബഹുവിധ ഗതികളും ആണ്. അവിടുന്ന് കിട്ടുന്നതായിട്ടുള്ള ആനന്ദം അങ്ങനെയുള്ളതാണ് എന്ന് പറയാണ്. കൃഷ്ണ തേഭ്യോ ഭവേയു, അവിടെ നിന്ന് ഭവേയു ഭവിക്കുന്നതായിട്ടുള്ള ആനന്ദം ഇങ്ങനെയൊക്കെ ഉള്ളതാണ് എന്ന് പറയാണ്. ത്വം ച ആചഖ്യാഥ സഖ്യേ നനു മഹിതതമം ശ്രേയസം ഭക്തിമേകം. മഹിതതമമായിട്ടുള്ള ശ്രേയസ്സുകളിൽ ഭക്തി ഒന്ന് തന്നെയാണ് വേണ്ടത്. ശ്രേയസ്കരമായിട്ടുള്ളത് ഭക്തി ഒന്ന് തന്നെയാണ് എന്ന് ത്വം ച ആചഖ്യാഥ സഖ്യേ, അങ്ങ് സഖിയോട് പറയണ്ടായി. ആരാ സഖി? ഉദ്ധവനോട് ഉപദേശം ചെയ്യണ്ടായി. ആ ഉപദേശത്തിൽ കൃഷ്ണൻ തന്നെ അവസാനം കൃഷ്ണൻ്റെ സ്വർഗാരോഹണം അതിനുള്ള സമയമായി എന്നുള്ളത് ഉദ്ധവന് തോന്നി. അപ്പം അങ്ങനെ ഉദ്ധവന് തോന്നിയിട്ട് ഭഗവാന്റെ അടുത്ത് ചെന്ന്, ഏകാന്തമായിട്ടിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് തനിക്ക് വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ ആദ്യം തന്നെ കൂടെ കൊണ്ടുപോകാൻ സമ്മതിക്കണം എന്നേ പറഞ്ഞത്. ഭഗവാൻ
അപ്പോൾ സ്വർഗാരോഹണം ഇത് പോവുകയാണെങ്കിൽ എന്നെയും കൂടി ഒപ്പം കൊണ്ടുപോകണം, ഭഗവാനില്ലാത്തതായിട്ടുള്ള ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല, താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ അങ്ങനെയല്ല, ഭഗവാന്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ഉദ്ധവൻ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്, ഈ ഭൂമിയിൽ തുടർന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് എൻ്റെ ഒപ്പം വരാൻ നോക്കരുത്, അത് ഇനി ഓരോരുത്തർക്കായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അത് ബദരിയാശ്രമത്തിൽ പോയി ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടാണ് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ സഖി വളരെ ഏറ്റവും ഭക്താനാം ഉദ്ധവസ്ത്വം എന്നാണ് പറയുന്നത്. ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളതാണ് ഉദ്ധവൻ. ആ ഉദ്ധവൻ തന്നെയാണ് ഞാൻ എന്നാണ് പറയുന്നത്. ഞാൻ ഭക്തന്മാരിൽ വെച്ച് എല്ലാം ഞാൻ തന്നെയാണ്. ഈ ഭക്തന്മാരുടെ എവിടെയൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതുണ്ടോ അത് ഞാനാണെന്ന് അങ്ങോട്ട് വിചാരിച്ചോളൂ എന്നാണ് പറയണത്. അപ്പം അങ്ങനെ ഏറ്റവും ഭക്തനായിട്ട് ഭഗവാൻ തന്നെ കണക്കാക്കുന്നത് ഉദ്ധവരെയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഉദ്ധവരോട് ചെയ്യുന്നതായിട്ടുള്ള ഉപദേശത്തിൽപ്പെട്ടതാണ് ഈ ഏകാദശ സ്കന്ധത്തിലുള്ളതൊക്കെ. ഈ ഒടുക്കത്തെ 10 ഉണ്ടല്ലോ, 10 ദശകങ്ങൾ, അതിലുള്ളത് അധികവും അങ്ങനെയുള്ളതാണ്, ഉദ്ധവരോട് ചെയ്യുന്നതായിട്ടുള്ള ഉപദേശങ്ങളാണ്. അപ്പോൾ ആ സഖിക്കായിട്ട്, അതായത് സ്നേഹിതനായിട്ടുള്ള ഉദ്ധവരോട് അദ്ദേഹം പറഞ്ഞത് ഈ ഭക്തി ഒന്ന് തന്നെയാണ് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഭക്തിം ഏകാം, ഭക്തി ഒന്നിനെ മാത്രം, ഒന്ന് തന്നെയാണ് ശ്രേയസ്കരമായിട്ട് ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ശ്രേയസാം ഭക്തിമേകാം, എന്നിട്ട് അതിനെ ഒന്ന് സമർത്ഥിക്കുകയാണ് ഭട്ടതിരിപ്പാട് ചെയ്യുന്നത്. ത്വൽഭക്തി ആനന്ദതുല്യ ഖലു വിഷയജുഷം സമ്മത കേനവാസ്യാത്. ത്വൽഭക്തി ആനന്ദതുല്യ, അങ്ങയുടെ ഭക്തി കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള ഒരു ആനന്ദം ഉണ്ടല്ലോ, ഭക്തി ആനന്ദതുല്യ, ഭക്തി കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള ആനന്ദം, ആ ആനന്ദത്തിന് തുല്യമായിട്ടുള്ള ആ സമ്മത, സന്തോഷം, കേനവാസ്യാത്, വേറെ എന്തുകൊണ്ടാണ് ഉണ്ടാവുക? വേറെ ഒന്നുകൊണ്ടും ഉണ്ടാവില്ല, ഭക്തി കൊണ്ട് മാത്രമേ ആ ആനന്ദം കിട്ടുള്ളൂ. ആർക്ക്? വിഷയജുഷാം, വിഷയത്തെ സേവിക്കുന്നവർക്ക്. വിഷയജുട്ട്, വിഷയങ്ങളെ സേവിക്കുന്നവർ. അതായത് നമ്മൾ സാധാരണ ആളുകളൊക്കെ വിഷയം സേവിക്കുന്നവരാണ് അല്ലേ, ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കുന്നവരാണ് നമ്മളൊക്കെ. നമുക്കത് വേണ്ട എന്ന്, വിഷയസുഖങ്ങൾ വേണ്ട എന്നുള്ളതായിട്ടുള്ള വിചാരം കിട്ടുക സാധാരണ ജനങ്ങൾക്കൊന്നും വിഷമായിട്ടുള്ളതാണ്. ആ മനസ്സിൻ്റെ ഭക്തിയുടെ അങ്ങേയറ്റം എത്തുമ്പോൾ മാത്രമേ ആ വിഷയം വേണ്ട എന്നുള്ളതായിട്ടുള്ള, അല്ലെങ്കിൽ സാധാരണ ആളുകൾക്കാണെങ്കിൽ ഒടുക്കം മരിക്കാറായി എന്നുള്ളതായിട്ടുള്ള ആ ശ്വാസം വലിക്കുമ്പോഴും കൂടിയും എനിക്ക് മരിക്കാണ്ട് ഇവിടെ ഇരിക്കണം, എനിക്ക് എൻ്റെ കുട്ടികളെ കാണണം, അങ്ങനെയുള്ളതായിട്ടുള്ള വിചാരമാണ് എല്ലാവർക്കും ഉണ്ടാവുക. ആ വിഷയങ്ങളിലുള്ളതായിട്ടുള്ള താല്പര്യം അത് വിട്ടുപോവാൻ വളരെ വിഷമായിട്ടുള്ള സംഗതിയാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ആളുകൾക്കും ആനന്ദം ഉണ്ടാവുക എന്ന് വെച്ചാൽ ഭക്തി ഉണ്ടായ, ഭക്തി കൊണ്ട് ഒന്ന് മാത്രമേ ആ ആനന്ദം സിദ്ധിക്കുള്ളൂ എന്ന് പറയണ. ഭക്തന്മാരായിട്ടുള്ളവർക്ക് ഉണ്ടാവണതായിട്ടുള്ള ഒരു ആനന്ദം ഉണ്ടല്ലോ, അവർക്ക് സ്വാഭാവികമായിട്ടും വിഷയങ്ങളെയൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ആനന്ദം ഉണ്ടാവും, ഭക്തി കൊണ്ടുള്ളതായിട്ടുള്ള ആനന്ദം ഉണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോൾ അതിന് തുല്യമായിട്ടുള്ള ആനന്ദം വേറെ ഒന്നും കൊണ്ടും ഉണ്ടാവില്ല, കർമ്മങ്ങൾ കൊണ്ടൊന്നും ഉണ്ടാവില്ല, ഈ ഭക്തി കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ത്വൽഭക്തി ആനന്ദതുല്യ ഖലു വിഷയജുഷാം സമ്മത. വിഷയജുഷാം, വിഷയങ്ങളെ സേവിക്കുന്നവർക്ക്, അനുഭവിക്കുന്നവർക്ക് ആനന്ദ, അങ്ങയുടെ ഭക്തിക്ക് തുല്യമായിട്ടുള്ള ആനന്ദം കേനവാസ്യാത്, വേറെ എന്തുകൊണ്ടാണ് ഉണ്ടാവുക എന്നുള്ള ചോദ്യമായിട്ടാണ്. അതായത് ഒന്നുകൊണ്ടും ഉണ്ടാവില്ല എന്നുള്ളതായിട്ടുള്ള ഉത്തരം പ്രതീക്ഷിച്ചും കൊണ്ടാണ്. കേനവാസ്യാത്, എന്തുകൊണ്ടാണ് ഉണ്ടാവുക? ഒന്നുകൊണ്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ്. സന്ധിശ്രേയാംസി ഭൂയാംസ്യപി രുചിഭിതയാ കർമ്മിണം നിർമ്മിതാനി ക്ഷുദ്രാനന്ദാശ്ച സാന്താ ബഹുവിധഗതയ കൃഷ്ണതേഭ്യോ ഭവേയുഃ. ത്വം ചാചഖ്യാഥ സഖ്യേ നനു മഹിതതമം ശ്രേയസം ഭക്തിമേകം ത്വൽഭക്ത്യാനന്ദതുല്യ ഖലു വിഷയജുഷം സമ്മത കേനവാസ്യാത്. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ധാരാളം കാർമ്മികന്മാർ തനതുരുചിവിധം പുണ്യമാർഗം ചമച്ചു
കൃഷ്ണ ക്ഷിപ്രം തരുന്നു സുഖമിവ സകലം വേഗമെല്ലാം നശിക്കും. ശ്രേയസ്സിനുദ്ധവനായി പരമം അരുളി നീ ഭക്തിയാണ് ഏകമാർഗം, മറ്റുള്ള ആനന്ദമാർഗം വിഷയമതികളിൽ ഭക്തിതൻ തുല്യമാകാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.